ഹായ് ഹലോ ഗായ്സ്, എന്തെല്ലാം സുഖല്ലേ? വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഞാൻ വീണ്ടും വന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്നൊരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. തംബ്നെയിലിൽ പറഞ്ഞ പോലെ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. നമുക്ക് വ്ളോഗിൽ നല്ലോണം ആവശ്യം വരുന്ന സാധനമാണ് ഗൈസ്. എന്താണ് എന്നൊന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നേരെ അൺബോക്സിങ്ങിലേക്ക് പോയിക്കോ. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദ്യത്തെ അൺബോക്സിംഗ് ആണ്. ചെറിയ തെറ്റുകളുണ്ടാവും, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഇനി അൺബോക്സിങ് കാണാം. ഓക്കെ ഗായ്സ്, നമുക്ക് ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊരു ഡാമേജിങ് വന്നിട്ടുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഡെലിവറി ബോയ് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് എടുക്കണോ അത് റിട്ടേൺ അയക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഡാമേജ് ആയതുകൊണ്ട് പ്രൊഡക്റ്റ് നോക്ക്, എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണ്ടെങ്കിൽ റിട്ടേൺ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. ബോക്സിനുള്ളിൽ 2 ഉണ്ട്, അതിൻ്റെ മെമ്മറി കാർഡും. അപ്പോൾ നമ്മുടെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. DJI Osmo Pocket 3 ക്രിയേറ്റർ കോംബോ കേട്ടോ. ക്രിയേറ്റർ കോംബോ ആണ്. നമുക്ക് എല്ലാത്തിനും കൂടെ ഉള്ളത്. അതിൻ്റെ മെമ്മറി കാർഡ് സാംഡിസ്കിൻ്റെ മെമ്മറി കാർഡ് അടിക്കട്ടെ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഞാനൊരു അൺബോക്സിങ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല ലൈക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്യാണ്, അതിലൂടെ കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, നമുക്ക് ഓപ്പണിങ്ങിൻ്റെ ഇതിവിടെ ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്. One eternity later. കിട്ടുന്നില്ലല്ലോ ഗൈസ്. ഉടായിപ്പാണ്. യെസ്, ഫൈനലി വി ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഗൈസ് പെട്ടു ഗൈസ്. നമ്മളെ യാ ഫൈനലി ഗോട്ട് ഇറ്റ്. Eureka! ഓക്കെ, പ്ലാസ്റ്റിക് കവർ നമ്മൾ റിമൂവ് ചെയ്യണം. ഐ എം സോ എക്സൈറ്റഡ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്യാമറ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങുന്നത്. ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ്. ഓക്കെ, ഓപ്പൺ ചെയ്യാം. സിസേഴ്സ് വിചാരിക്കും എന്തിനാണ് ഇത്രയും വലിയ സിസേഴ്സ് ഉള്ളൂ ഗൈസ് എൻ്റെ കയ്യിൽ. യാ, ഫസ്റ്റ് നമുക്ക് കിട്ടിയൊരു സിലിക്ക ജെല്ലാണ് ഫോർ വാക്യൂം. ദെൻ നമുക്കാദ്യം നമ്മുടെ കിറ്റിൻ്റെ ബോക്സാണ്. ബോക്സ് കുടിക്കട്ടെ. ബോക്സ് ലൈക്ക് പേപ്പർ വർക്ക്സ് ആർക്കും ആവശ്യമില്ല, നമ്മൾ ആരും ഇത് വായിക്കാറില്ല. പിന്നെ എനിക്കൊന്ന് ആപ്പ് എഡിറ്റ് ചെയ്യാനുള്ള ആപ്പ് ഫുൾ ചൈനീസാണ് ഗൈസ്. DJI ചൈനീസ് ആണെന്ന് അറിയാലോ. അതിന് വീണ്ടും കുറേ പേപ്പർ വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് ഗൈസ്. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഇനിയും പേപ്പർ വർക്ക് ഉണ്ട് ഗൈസ്. ഇത് എൻ്റെ സ്റ്റാർട്ടപ്പ് ഗൈഡാണ്. സ്റ്റാർട്ടപ്പ് ഗൈഡ് നമുക്ക് ഇവിടെ ആവശ്യം വരും. അതുകൊണ്ട് ഇതാണ് ബോക്സ്. ബോക്സ് മാറ്റി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ബോക്സ്, ഈ ബോക്സിനുള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ദിസ് ഈസ് ദ കവർ ഫോർ. ഇതിൻ്റെ കവറാണ്. നമ്മൾ ക്യാമറ ഇതിനുള്ളിൽ വെക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഇതിൽ വെക്കാം. ഇതിന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഓപ്പൺ ചെയ്യാം. അല്ല, എല്ലാ കണ്ടൻസ് ആദ്യം വെക്കാം, എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് മാറിയിരിക്കും. ഓപ്പൺ ചെയ്യാം. സോ എക്സൈറ്റഡ്. കവർ പാക്കിംഗ് രക്ഷയില്ല ഗൈസ്. ക്യാമറ എല്ലാം ഇതിനുള്ളിലാണ്. അതിൻ്റെ ടാഗ് എന്താ പറയുന്നത്, വീണ്ടും കുറേ ചൈനീസ് ഗൈസ്, നമുക്ക് ആവശ്യമില്ല. നൈസ് കേട്ടോ. ചെറിയൊരു ലൈക്ക് ഒരു സിംപ്ലിസിറ്റി, ലൈക്ക് പോക്കറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരണം. ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ തന്നെ ക്യാമറ. ഇറ്റ്സ് ഗുഡ്. ഇൻ ഹാൻഡ് ഫീലൊക്കെ നൈസാണ് ഗൈസ്. ഓക്കെ, 1 2 ക്യാമറ നമുക്ക് ഈ സൈഡിൽ വെക്കാം. ആദ്യം നമ്മളെ കവറ്, പിന്നെ ക്യാമറ, ബാറ്ററി, എക്സ്ട്രാ ബാറ്ററി, ഒരു മൈക്ക് വരുന്നുണ്ട്, സ്മോൾ ബാറ്ററി, സ്റ്റാൻഡ്, മൈക്കിന് വേണ്ടിയുള്ള മറ്റേ എയർ
ആ സാധനം ലെയർ തടയുന്ന സാധനം, പിന്നെ കുറേ വാല്, പിന്നെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവർ ഗൈസ്, നല്ല ക്വാളിറ്റി. കേബിളും ചാർജിങ്ങിൻ്റെ കേബിളും നല്ല ക്വാളിറ്റി ഉണ്ട് ഗൈസ്, നല്ല ക്വാളിറ്റി ഉള്ള ഗൈസ് ചാർജർ കേബിളാണ്. അല്ലാണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് ഒന്നും എനിക്കറിയില്ല ഗൈസ്. നമുക്ക് ഓരോന്നിട്ട് തുറക്കാം. ഓക്കെ, ഇത് നമ്മളെ ചാർജറാണ്. ഫസ്റ്റ് മെയിൻ ബാറ്ററി ആണ് തോന്നുന്നു ഗൈസ്, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു മെയിൻ ബാറ്ററി ആണ് ഗൈസ്, ഇത് മെയിൻ ബാറ്ററി. പിന്നെ നമ്മളെ ഹോൾഡർ. ഓക്കെ, ഹോൾഡർ, യാ നൈസ്, ഹോൾഡർ കൊള്ളാം. ട്രൈപോഡ് സ്റ്റാൻഡിൻ്റെ ഹോൾഡറിൽ സ്റ്റാൻഡ് മാതിരി. പിന്നെ നമ്മളെ മൈക്ക് വെച്ചല്ലോ. പിന്നെ സ്മോൾ ബാറ്ററി ഉണ്ട് ഗൈസ്, സ്മോൾ ബാറ്ററീസ്. ഓക്കെ, ഫൈൻ, ഗുഡ്. ഇതിന് കാറെല്ലാം ഒരു സൈഡിൽ വെക്കാം. ഇതിന് നമ്മൾ പ്രൊട്ടക്ടർ കേസ്. യാ, അതിനുള്ളിൽ വീണ്ടും പേപ്പർ വർക്ക് ബ്രോ. പേപ്പർ വർക്കിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അതിനെന്തോ വായിക്കാനുണ്ട് ഗൈസ്, നമുക്കത് വായിക്കാം. ഓക്കെ, ഇതിനുള്ളിൽ എന്താ നോക്കണ്ടേ? ഞാൻ പറഞ്ഞ മൈക്കിൻ്റെ മറ്റേ കാറ്റടിക്കുമ്പോഴുള്ള സൗണ്ട് വരാണ്ടിരിക്കുള്ള സാധനം കനവാലി പറഞ്ഞില്ലേ വാലാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തു. സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ക്യാമറ നമുക്ക് ഓണാക്കി നോക്കാം. ഇത് മൈക്ക് എല്ലാം ചെയ്ത് നോക്കാം. ക്യാമറ ഇനിയും അതിനുള്ളിൽ ഇത് സാധനമുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫീലിംഗ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഫീൽ ഉണ്ട് ഗൈസ്. ഇനി ഓപ്പൺ ചെയ്യാം. അയ്യാ ഡിജി പവർ ബട്ടൺ ഓണായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ക്യാമറ ഇത് മൂന്ന് ഉള്ളൂ ഗൈസ്. തിരിയുമ്പോൾ എന്തോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. സ്വൈപ്പ് ടു സ്കിപ്പ് 5 times. ഓക്കെ, സ്വൈപ്പ് ചെയ്ത് നമുക്ക് സ്വൈപ്പ് ഫ്രം ലെഫ്റ്റ് എഡ്ജ് ടു സെൻറ്റർ പ്ലേബാക്ക്. ഓക്കെ, നോ SD കാർഡ് നമ്മളതിലുണ്ട്. ഓക്കെ, കാണാം ക്യാമറ റൊട്ടേറ്റായി ഗൈസ്. നമ്മളെയാണ് നോക്കുന്നത് ഗൈസ്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരും. നൈസ് ഗൈസ്, നൈസ്. ക്യാമറ ഈസ് ഗുഡ്. ഗിംബൽ കണ്ടോ ഗൈസ്, അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് ഒക്കെ കണ്ടല്ലോ. ഇടയിൽ വെച്ച് അൺബോക്സിങ്ങിൻ്റെ പ്രശ്നം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിന്നുപോയി. ക്യാമറ സ്പേസ്, നമ്മൾ ഐഫോണിലെ സ്പേസ് നിറഞ്ഞുപോയി. അപ്പോൾ അതങ്ങ് സൈഡിലായിട്ടുണ്ട് ഗൈസ്. സൈഡായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഐപാഡിലേക്ക്. അപ്പോൾ ഞാൻ സോ എക്സൈറ്റഡ് ആണ് സത്യമായിട്ട്. എനിക്ക് ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഓസ്മോ പോക്കറ്റ് 3 പെട്ട സാധനമാണ്. നല്ല ലൈക്ക് ഞാനിപ്പോൾ ഫേസ് ഡിറ്റക്ഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് ഞാൻ ഫേസ് ഡിറ്റക്ട് ചെയ്തു, ഞാൻ അങ്ങോട്ട് പോയാലും ക്യാമറ അതേമാതിരി തിരിയുന്നു. അപ്പോൾ നമ്മളെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോ ആദ്യം വ്ളോഗ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ പറ്റുകയാണെങ്കിൽ ഒരു 1 വീക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടാം. ഞാനൊരു വ്ളോഗ് പോകുന്നുണ്ട്, നൈസായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ട്രിപ്പ് എവിടേക്കാണെന്ന് ഗൈസ് നിങ്ങൾ ഗസ് ചെയ്യൂ, എന്നിട്ട് കമൻറ്റിൽ മെൻഷൻ ചെയ്യും. കമൻ്റ് ഇട്. ഞാൻ നോക്കട്ടെ ആർക്കൊക്കെ ഞാൻ എവിടെ പോകണമെന്ന് ഗസ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. അതുവരെ